ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും സത്യ ഹോംസ് ബിൽഡേഴ്സ് ആൻഡ് പ്രോപ്പർട്ടി കൺസൾട്ടൻസി പരിചയപ്പെടുത്തുന്ന പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് അതിമനോഹരമായി ഫിനിഷ് ചെയ്തിട്ടുള്ള ഒരു 4 ബെഡ്റൂമിൻ്റെ ഇൻഡിപെൻഡൻറ്റ് വില്ലയാണ്. ഗംഭീരമായിട്ടുള്ള വർക്കുകൾ എല്ലാം ഫിനിഷ് ചെയ്ത് റെഡി ടു മൂവ് നിൽക്കുന്ന വീടാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. അതിമനോഹരമായ വർക്കുകൾ, എക്സ്റ്റീരിയർ വർക്കുകളെല്ലാം തന്നെ അതിമനോഹരമായി ചെയ്തിട്ടുണ്ട്. 2 ഗേറ്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ 5 മീറ്റർ ടാറിംഗ് റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് വീട് വരുന്നത്. ഒരു ഇൻഡിപെൻഡൻറ്റ് വില്ല. 10 വില്ലകളാണ്, 10ഓളം വീടുകളാണ് വരുന്നത് ഈ കോമ്പൗണ്ടിൽ. അതിൽ ഈ വീടിൻ്റെ വർക്കുകളെല്ലാം തന്നെ ഫിനിഷിങ് സ്റ്റേജിലാണ് കേട്ടോ. ഫ്രണ്ട് ഏഡിലേക്ക് കുറച്ച് വർക്കുകൾ ബാക്കിയുണ്ട്. ഈ ഫ്രണ്ടിൽ കാണുന്ന ഈ ബോക്സ് കൊടുത്തിരിക്കുന്നത് അത് 2 ബാൽക്കണിയാണ്. 2 ബെഡ്റൂമിൽ നിന്നും ബാൽക്കണി ഉണ്ട്, ഹാളിൽ നിന്നും ബാൽക്കണിയിലേക്ക് കടക്കാൻ പറ്റും. വെള്ളം കിണർ വെള്ളമാണ്, സമൃദ്ധിയായിട്ട് വെള്ളം ലഭിക്കുന്ന ഒരു പരിസരമാണ്. 2 കാറ്, വലിയ കാറുകളാണെങ്കിൽ 2 കാർ പാർക്ക് ചെയ്യാം. നല്ലൊരു സൗകര്യമുണ്ട്. 2 കാർ പാർക്ക് ചെയ്യാവുന്ന സ്പേസസ് ഫ്രണ്ടിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഫ്രണ്ടിലൊക്കെ ഇന്റർലോക്കിന്റെ ടൈൽ ചെയ്തിട്ടുണ്ട്. നല്ലൊരു ബോക്സ് ടൈപ്പ് ബാൽക്കണിയാണ്. ബാൽക്കണിക്ക് നല്ല മനോഹരമായി ലൈറ്റിംഗ് ഒക്കെ ചെയ്ത് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഗ്രാനൈറ്റും വെറ്റുവേഡ് ടൈലാണ് സിറ്റ് ഔട്ടിൽ ഉപയോഗിച്ചിരിക്കുന്നത്. മെയിൻ ഡോർ വരുന്നത് സ്റ്റീലാണ് കേട്ടോ. 16 ലോക്ക് വരുന്ന സ്റ്റീൽ ഡോറാണ് ഫ്രണ്ട് ഡോറ്. അതുപോലെ തന്നെ മെയിൻ ഹാളാണ്, ലിവിങ് ഹാള്. അതിമനോഹരമായിട്ടുള്ള ഇൻറ്റീരിയർ വർക്കുകൾ എല്ലാം വാം കളറിൽ ലൈറ്റൊക്കെ കൊടുത്ത് മനോഹരമായ പാനലിംഗ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. വാൾമൗണ്ടഡ് TV യൂണിറ്റ് ചെയ്തിട്ടുണ്ട്. എത്ര വലിയ TV വേണമെങ്കിലും നമുക്ക് ഇതിൽ ഫിറ്റ് ചെയ്യാൻ പറ്റും. ഇതിൽ കുറച്ച് ലൈറ്റ് ഒക്കെ വരാനുണ്ട്, അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ലിവിങ്ങിൽ നിന്ന് കിടക്കുന്നത് ഡൈനിങ്ങിലേക്കാണ്. സെപ്പറേറ്റ് ഡൈനിങ് ആണ് കേട്ടോ. ലിവിങ്ങിൽ നിന്ന് ഡൈനിങ് കാണില്ല. നല്ല മനോഹരമായിട്ടുള്ള ഒരു ഡിസൈനിങ് തന്നെയാണ് വീടിൻ്റെ മൊത്തം എല്ലാ വർക്കുകളും. ആദ്യം ഒരു ക്ലാസിക് ടച്ചോട് കൂടി നല്ല ഒരു അമ്യൂണിറ്റി വരുന്ന ഒരു ആംബിയൻസിലാണ് ചെയ്തിരിക്കുന്നത്. ഡൈനിങ്ങിലും സീലിംഗ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. വാം കളറിലെ സ്ട്രിപ്പ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്, സ്പോട്ട് ലൈറ്റ് ഉണ്ട്. അതുപോലെ തന്നെ സീലിംഗ് ഫാന് എല്ലാം ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഡൈനിങ്ങിൻ്റെ ഒരു സൈഡ് കൂടിയാണ് നമുക്ക് സ്റ്റെയർ വരുന്നത്. ഇതൊക്കെ നമുക്ക് ഡൈനിങ് റൂമാണ്. കണ്ടില്ലേ, നല്ല മനോഹരമായിട്ടുള്ള വർക്കുകൾ തന്നെയാണ് കേട്ടോ എല്ലാം ചെയ്തിട്ടുള്ളത്. അതിവിശാലമായിട്ടുള്ള കിച്ചൺ ഉണ്ട്. കിച്ചൺ ബോട്ടം ക്യാബിനറ്റും ടോപ്പ് ക്യാബിനറ്റും ലാപ്റ്റൊക്കെ ചെയ്തിട്ടുണ്ട്. വേണ്ട ആക്സസറീസ് ഒക്കെ ബോക്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഹുബും ഹെഡൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ, ഫിറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാ വർക്കും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കിച്ചണിലും നമുക്ക് LED ലൈറ്റുകളുടെ അറേഞ്ച്മെൻറ്റ്, സീലിംഗ് ഫാന്, അതുപോലെ തന്നെ മിക്സി, ഗ്രൈൻഡർ, ഫ്രിഡ്ജൊക്കെ ചെയ്യാവുന്ന എല്ലാ പ്ലഗ് പോയിന്റും ചെയ്തിട്ടുണ്ട്. ഒരു ഡൈനിങ് കൗണ്ടർ വരുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല ഹാങ്ങിങ് ലൈറ്റൊക്കെ കൊടുത്ത് മനോഹരമാക്കി ചെയ്തിട്ടുണ്ട്. വർക്കുകളെല്ലാം തന്നെ നല്ലൊരു ഫിനിഷിങ്ങിലും അതുപോലെ തന്നെ നല്ല മെറ്റീരിയൽസൊക്കെ ഉപയോഗിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഒരു വർക്ക് ഏരിയ ഉണ്ട് കേട്ടോ. ഇവിടെ സെക്കൻഡ് കിച്ചൺ ആയിട്ട് ഇവിടെയും നമുക്ക് ചിമ്മിനിക്ക് വെച്ച് ഫിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എല്ലാം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സേഫ്റ്റി ഗ്രില്ല്, സേഫ്റ്റി ഡോറ് വരുന്നുണ്ട്. ഇത് സർവന്റ് ടോയ്ലറ്റ് ആണ്. അതും നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. 4 സൈഡും വെറ്റിഫൈഡിന്റെ ടൈല് തന്നെയാണ്, വാൾ ടൈല് ചെയ്തിട്ടുണ്ട്. ഡൈനിങ്ങിൽ ഒരു സെപ്പറേഷൻ ചെയ്തിട്ടുള്ള ഒരു വാഷ് ഏരിയ ആണ്. അവിടെ നല്ല മനോഹരമായിട്ടുള്ള തന്നെ ഡിസൈൻ ചെയ്ത് സീലിംഗ് വർക്കായാലും പാനൽ വർക്കായാലും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു നല്ലൊരു മിറർ ലൈറ്റ് അടക്കം വരുന്ന ഒരു മിററാണ്. വീടിൻ്റെ ഫസ്റ്റ് ബെഡ്റൂമാണ് ഇത്. അത്യാവശ്യം നല്ല സ്പേസസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് 4 ബെഡ്റൂമും. ഇപ്പോൾ സീലിംഗിൽ തന്നെ കട്ട് ചെയ്തിട്ട് വരുന്ന ലൈറ്റുകളാണ് കേട്ടോ. ഇപ്പോൾ ലേറ്റസ്റ്റ് വർക്കുകളാണ് ഇതൊക്കെ. നല്ല അലമാരകളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇത് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂമാണ്.
സിംഗിൾ പീസിൻ്റെ യൂറോപ്യൻ ക്ലോസറ്റ്, വാഷ് ബേഷൻ, ഹെഡ് ഷവർ, ചൂടുവെള്ളത്തിൻ്റെ പ്രൊവിഷൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ 4 സൈഡും ടൈല് ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് ബെഡ്റൂമാണ്. ഇവിടെയും അതുപോലെ തന്നെ എല്ലാ വർക്കും ചെയ്തിട്ടുണ്ട്. 3 ഫേസിൻ്റെ വയറിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. വി ഗാർഡിൻ്റെ 3 ഫേസ് വയറിങ്. എല്ലാ റൂമിലും AC-യുടെ പ്രൊവിഷൻ ചെയ്തിട്ടുണ്ട്. വയറിംഗ് കണക്ഷൻ എല്ലാം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചൂടുവെള്ളത്തിന് നമുക്ക് സോളാർ കണക്ഷൻ വേണമെങ്കിൽ ചെയ്യാം. എല്ലാം മുകളിൽ സോളാർ പാനൽ വയ്ക്കാവുന്ന വയറിങ്ങും എല്ലാ പൈപ്പ് വെള്ളം മുകളിൽ നിന്ന് ചെയ്യാനുള്ള എല്ലാ സംവിധാനവും മുകളിലേക്ക് എത്തിച്ചിട്ടുണ്ട്, ടെറസ് മേലെ എത്തിച്ചിട്ടുണ്ട്. എല്ലാം നല്ല ഗ്യാരണ്ടി ഉള്ള മെറ്റീരിയൽസ് ആണ് കേട്ടോ ബാത്റൂം ഫിറ്റിങ്സ് ഒക്കെ ചെയ്തിട്ടുള്ളത്. ഇവിടെ സ്റ്റെയറിൽ ഫുട്ബോത്തിലൊക്കെ ചെയ്തിട്ടുള്ളത് ഗ്രാനൈറ്റ് ആണ്. ലെതർ ടൈപ്പ് ഫിനിഷിങ്ങിൽ വരുന്ന ഗ്രാനൈറ്റ് ആണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഓപ്പൺ ഫുൾ ലെങ്ത് ഒരു ഹാള് വരുന്നുണ്ട്. സ്റ്റെയറിൻ്റെ ഭാഗത്ത് നല്ല മനോഹരമായിട്ടുള്ള ഹാങ്ങിങ് ലൈറ്റൊക്കെ അലങ്കരിച്ചിട്ടുണ്ട്. ലിവിംഗ് ഹാളാണ് ഫസ്റ്റ് ഫ്ലോറിൽ. അതിമനോഹരമായിട്ടുള്ള ഫിനിഷിങ് അവർക്ക് കണ്ടാൽ തന്നെ അറിയാം. അതിൻ്റെ തേപ്പ് പണിയായാലും പെയിൻറ്റിങ് നല്ല പുട്ടി ഫിനിഷിങ്ങിലാണ് കേട്ടോ. ഫുള്ള് പുട്ടി ഇട്ടിട്ടാണ് പെയിൻറ്റിങ് ചെയ്തിരിക്കുന്നത്. ഈ വീടിൻ്റെ കോമ്പൗണ്ട് വാൾ വരെ പുട്ടി ഫിനിഷിങ്ങിലാണ് പെയിൻറ്റിങ് ചെയ്തിട്ടുള്ളത്. ഇത് ഫസ്റ്റ് ഫ്ലോറിൽ ആദ്യത്തെ ബെഡ്റൂമും ഈ വീടിൻ്റെ 3ാമത്തെ ബെഡ്റൂമാണ്. 3 ഡോറിൻ്റെ വാർഡ്രോബ്സ് ചെയ്തിട്ടുണ്ട്. ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് വാഷ്റൂമാണ്. ഇത് സെപ്പറേഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഗ്ലാസ് ഇട്ടിട്ട് ഉള്ള ഒരു അറേഞ്ച്മെൻ്റ് ആണ്. അത്യാവശ്യം ആധുനിക സംവിധാനങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ വീട്ടിൽ. നമുക്ക് ഈ നേരെ കാണുന്നത് വിൻഡോ, അത് ബാൽക്കണിയിലേക്ക് കിടക്കാനുള്ളതാണ് കേട്ടോ. അത് ഡോറ് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ബാൽക്കണിയിൽ കിടക്കാം. 2 ബെഡ്റൂമിൽ നിന്നും ബാൽക്കണിയിലേക്ക് കിടക്കാം. അതുകൂടാതെ തന്നെ ഒരു ബാൽക്കണിയും കൂടി ഉണ്ട്. 3 ബാൽക്കണിയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. 3 ഡോറിൻ്റെ വാർഡ്രോബ്സ് ആണ്. ഇതിൽ ഒരു ഡോറ് തുറന്നാൽ ബാത്റൂമിലേക്ക് പ്രവേശനം വരും. ആ ഡോർ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ബാത്റൂം ഉണ്ടെന്ന് തന്നെ അറിയില്ല. എല്ലാം എക്സോസ്റ്റ് ഫാന്, ഹെഡ് ഷവർ, അതുപോലെ തന്നെ ടവൽ സ്റ്റാൻഡ്, എല്ലാം സോപ്പ് സ്റ്റാൻഡ്, എല്ലാ വർക്കും ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ടാപ്പുകളൊക്കെ നല്ല 10 വർഷം വാറൻറ്റി ഉള്ള മെറ്റീരിയൽസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് ഓപ്പൺ ടെറസ് ആണ്. 2 ഓപ്പൺ ടെറസ് വരുന്നുണ്ട്. ഇതിൻ്റെ ഓപ്പൺ ടെറസ് ഫ്ലോറിങ് വാട്ടർ പ്രൂഫ് ചെയ്യാനുണ്ട്, അത് ചെയ്ത് തരും. പിന്നെ നമുക്ക് 1000 ലിറ്ററിൻ്റെ വാട്ടർ ടാങ്ക് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. സ്റ്റാൻഡ് അടിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഈ ഒരു ഗ്യാപ്പ് കൂടി പോയാൽ അടുത്ത ഓപ്പൺ ടെറസ് ആണ്. നല്ലൊരു ഏരിയ ആണ് കേട്ടോ. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയ ആണ്. ഇതിൽ ഒരു പ്ലോട്ട് ഡെവലപ്പ് ചെയ്തിട്ട് ലേഔട്ട് പെർമിറ്റൊക്കെ എടുത്തിട്ട് വരുന്നതാണ്. ഒരു 10-16 വീടുകളോളം ഈ കോമ്പൗണ്ടിൻ്റെ അകത്തായിട്ട് വരും കേട്ടോ. ഇതാണ് മെയിൻ ബാൽക്കണി വരുന്നത്. നല്ല മനോഹരമായിട്ടുള്ള ഒരു റെസിഡൻഷ്യൽ ഏരിയ ആണ്. നല്ല സൈലന്റ് ഏരിയ ആണ്. ഇത് ഈ ബെഡ്റൂമിൽ നിന്ന് വരുന്ന ഒരു ബാൽക്കണിയാണ് കേട്ടോ. 2 ബെഡ്റൂമിലും ഇതുപോലത്തെ ബാൽക്കണി ഉണ്ട്. ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല, ഒരു ബെഡ്റൂം മാത്രം കാണിക്കുന്നുള്ളൂ. അപ്പോൾ ഈ വീട് വരുന്നത് തൃശ്ശൂർ മണ്ണൂത്തി ഭാഗത്താണ്. തൃശ്ശൂർ പാലക്കാട് നാഷണൽ ഹൈവേന്ന് മണ്ണൂത്തിക്ക് അടുത്തായിട്ടാണ് ഈ വീട് വരുന്നത്. ഇതിൻ്റെ സ്ഥലം വരുന്നത് 5.5 സെൻറ്റ് സ്ഥലമാണ്. 2200 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമിൻ്റെ പുതിയ വീടാണ്. ഈ വീടിന് ബിൽഡർ ചോദിക്കുന്ന വില 85 ലക്ഷം രൂപയാണ്. പ്രൈസ് നെഗോഷ്യബിൾ ആണ്. വിവിധതരം ബാങ്കുകളുടെ ലോണെല്ലാം നമ്മൾ തന്നെ അറേഞ്ച് ചെയ്ത് തരും. നിങ്ങൾക്ക് ഇപ്പോൾ അവൈലബിൾ ആണെങ്കിൽ അതും ചെയ്തു തരാം. ഈ വീട് സന്ദർശിക്കുന്നതിനും കൂടുതൽ വിവരങ്ങൾക്കും സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള സത്യ ഹോംസ് നമ്പറിലേക്ക് വിളിക്കുക. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.